തെറ്റുകൾ ചെയ്യാത്തവരുണ്ടാവില്ല അല്ലേ? എല്ലാവരും എന്തെങ്കിലും തെറ്റുകളും അബദ്ധങ്ങളും എല്ലാം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ജീവിത നൗക എന്ന് പറയുന്നത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും, തെറ്റുകൾ ചെയ്യാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ ചെയ്യുന്ന തെറ്റ് ഒരുപക്ഷെ എനിക്ക് ശരിയായിരിക്കാം, മറ്റുള്ളവർക്കത് തെറ്റായി തോന്നാം. അങ്ങനെ ലോകത്തിൽ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ തെറ്റുകൾ ചെയ്യുകയും അത് തിരുത്തി ജീവിക്കുകയും ചെയ്യുന്നവനാണ് മനുഷ്യൻ. തെറ്റുകൾ ചെയ്യുകയും ഞാൻ ചെയ്ത് ശരിയാണെന്ന് ശഠിച്ച് വീണ്ടും തെറ്റുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നവരാണ് അസുരൻ അഥവാ പിശാച് പറയുന്നത്. അവരൊരിക്കലും അവരുടെ തെറ്റാണെന്ന് സമ്മതിക്കില്ല. അങ്ങനെ പോകുന്ന കുറേ ആൾക്കാരുടെ ജീവിതത്തിൽ അവരാണ് അസുരഗണമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ മനുഷ്യഗണം എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യുകയും ചെയ്തതിന് ശേഷം തെറ്റാണെന്ന് ബോധ്യം വന്ന് തിരുത്തി ജീവിക്കുകയും ചെയ്യുന്നവൻ മനുഷ്യനാണ്. ഇനി തെറ്റുകളൊന്നും ചെയ്യാത്തവരാണ് ദൈവം. ഒരു തെറ്റും സംഭവിക്കില്ല. ഒരു തെറ്റും സംഭവിക്കാത്തതിനെ മാത്രമാണ് നമ്മൾ ദൈവമെന്നും പറയുന്നത്. അപ്പോൾ മനുഷ്യൻ, അസുരൻ, ദൈവം, ഇങ്ങനെ മൂന്ന് പേരെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്കൊരു രസകരമായ കഥ ഓർമ്മ വരിക. അത് എന്താണെന്നറിയോ? ഒരു വ്യക്തി വിദേശത്തേക്ക് പോവാണ്, വീട് പൂട്ടിയിട്ട്. വിദേശത്തേക്ക് കുറച്ച് ദിവസത്തേക്ക്, ഒരു മാസത്തേക്ക് ഇവിടെ വന്ന് വീടെല്ലാം പൂട്ടി വിദേശത്തേക്ക് പോവാണ്, ഒന്ന് ചുറ്റിക്കറങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾക്ക് അറിയാം, കാരണം ഈ നാട്ടിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ഏതെല്ലാം വീടുകൾ പൂട്ടിക്കിടക്കുന്നുണ്ടോ ആ വീടുകളിലെല്ലാം അവിടെ കള്ളൻ കയറും. കള്ളൻ കയറി അവിടെയുള്ള വിലപിടിച്ച വസ്തുക്കൾ, സാധനങ്ങൾ കൊണ്ടുപോകും. ഇനി വിലപിടിച്ച സാധനങ്ങളോ വസ്തുക്കളോ ഒന്നും ആ കള്ളന് കിട്ടിയില്ലെങ്കിൽ അലമാരയിലുള്ളതും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലുള്ള സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട് പോവും. അങ്ങനെയാണ് കള്ളന്മാരുടെ ആ ഭാഗത്തെ ആ കള്ളന്മാരുടെ പ്രത്യേകത. അപ്പോൾ ഇയാൾ പോകുന്ന സമയത്ത് വിചാരിച്ചു, ഞാൻ ഏതായാലും വീട് ലോക്ക് ചെയ്ത് പോവാണ്, എൻ്റെ വീട്ടിൽ എങ്ങനെയാലും കള്ളൻ കയറും. കാരണം അതാ ഗ്രാമത്തിൻ്റെ പാരമ്പര്യമാണ്, ആ സ്ഥലത്തിൻ്റെ പാരമ്പര്യമാണ്, പൂട്ടിയിട്ട് വീട്ടിൽ കള്ളൻ കയറും. അപ്പോൾ ഇയാൾ പോകുന്ന സമയത്ത് ഒരു ലെറ്റർ എഴുതി വെച്ചു ടേബിളിൻ്റെ മീതെ, കള്ളന് വേണ്ടിയിട്ട്. എൻ്റെ പ്രിയപ്പെട്ട കള്ളൻ, സസ്നേഹം കള്ളന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതി വെച്ചു. ഞാൻ അതിലെഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ വീട് പൂട്ടിയിട്ട് പോവുകയാണ്, എൻ്റെ വീട്ടിൽ വില പിടിച്ച ഒരു സാധനമില്ല, സ്വർണ്ണമില്ല, പൈസയില്ല, വജ്രമില്ല, രത്നങ്ങളില്ല, കുറച്ച് ഈ കസേരയും അതുപോലെ തന്നെ സോഫയും ഇങ്ങനെയുള്ള ഫർണിച്ചറുകളുള്ളത്, പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ട്, സ്റ്റൗവുണ്ട്, ഇതൊക്കെ തന്നെയുള്ളൂ. വേറെ എവിടെ തിരഞ്ഞാലും എന്നിൽ നിന്നും ഒന്നും കിട്ടില്ല. അതുകൊണ്ട് നിനക്ക് ഞാൻ 1000 രൂപ ഈ കത്തിൻ്റെ മീതെ വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് 1000 രൂപ ഈ കത്തിൻ്റെ മീതെ വെച്ച് ഒരു കല്ലും അതിൻ്റെ മീതെ വെച്ച് ഇയാളെ പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് മനസ്സിലായത് അയാൾക്ക് ഈ കള്ളന്മാർ കക്കാൻ വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര കഴിവാണ്. പൂട്ടിയിട്ട് വീട്ടിലും എല്ലായിടത്തും കയറുന്ന ഭയങ്കര കഴിവുണ്ടല്ലോ. പക്ഷേ അയാളെ നിരാശപ്പെടുത്തും വേണ്ട. അപ്പോൾ അയാൾ നിരാശപ്പെടുത്താതിരിക്കും എന്ത് ചെയ്യാം? അയാൾ വീണ്ടും കത്തിൽ ആഡ് ചെയ്തു, എൻ്റെ അടുത്ത ബിൽഡിങ്ങിൽ താമസിക്കുന്ന, അടുത്ത വലിയൊരു അനക്സ് ഉണ്ട്, വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിൻ്റെ താഴത്തെ നിലയിൽ താമസിക്കുന്നത് ഒരു മന്ത്രിയുടെ ആണ്, പേഴ്സണൽ അസിസ്റ്റൻ്റാണ്. പിന്നെ അതിൻ്റെ മീതെ താമസിക്കുന്നത് ഒരു ഇൻകം ടാക്സ് ഓഫീസറാണ്. അതിൻ്റെ മീതെ താമസിക്കുന്നത് ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഈ മന്ത്രിയുടെ യുടെ വീട്ടിലും അതുപോലെ ഇൻകം ടാക്സ് ഓഫീസറുടെ വീട്ടിലും കണ്ടമാനം സ്വത്തുക്കൾ കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. കാരണം മന്ത്രിയുടെ പൈസയെല്ലാം ഇവിടെ വരുന്നത്, അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണത്. അതുപോലെ ഈ ഇൻകം ടാക്സ് ആണെങ്കിൽ തനി വെട്ടിപ്പാണ്, അയാൾ വെട്ടിച്ച് കണ്ടമാനം കൂടിയുണ്ട്. സ്വർണ്ണക്കട്ടിയും സ്വർണ്ണം പലകളും സ്വർണ്ണ ബിസ്ക്കറ്റും ഒക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള വീടാണ് അടുത്തത്. അതിൻ്റെ മീതെയുള്ളത് ബിസിനസ്സുകാരൻ്റെ വീടാണ്. അവിടെ കിട്ടാതിരിക്കാം, എന്നാലും എന്തെങ്കിലും ഒന്നും കിട്ടാതിരിക്കില്ല. അപ്പോൾ ഈ 3 വീടിൻ്റെയും ചരിത്രം കൊടുത്ത് അതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ കത്തെഴുതി വെച്ചു. അപ്പോൾ ഇവിടെ കിട്ടാത്തതുകൊണ്ട് നിരാശപ്പെടേണ്ട, നീ അവിടെ പോയിക്കോ, അവിടെ പോയാൽ നിനക്ക് കിട്ടും. ആ വീടുകളും അടച്ചിട്ടിരിക്കുകയാണ്, രാത്രിയൊന്നും അവിടെ ആരും ഉണ്ടാവില്ല, അടച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അതിൽ എഴുതി വെച്ചു. അങ്ങനെയുള്ള നാട്ടിൽ പോയി, ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയി. അങ്ങനെ 1 മാസം കഴിഞ്ഞ് വിദേശത്ത് തിരിച്ചു വന്നു. അയാൾ വിദേശത്ത് തിരിച്ചു വന്ന സമയത്ത് അവിടെ ഒരു കത്ത്, ഇയാൾ എഴുതി വെച്ച ഭാഗത്ത് ഒരു കത്തിരിക്കുന്നുണ്ട്. താങ്കൾ തന്ന ഉപദേശത്തിന് നന്ദി. ആ കത്തിൻ്റെ മീതെ 1 ലക്ഷം രൂപയുടെ ബണ്ടിലും ഇരിക്കുന്നുണ്ട്. ഇയാൾക്ക് അത്ഭുതം തോന്നി. അതിൽ താങ്കൾ എഴുതി തന്നതിന് നന്ദി, താങ്കൾ തന്ന എനിക്ക് ഉപകാരത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം എഴുതി വെച്ചിരിക്കുന്നത്.
എന്നിട്ട് അയാൾ എഴുതിയിരിക്കുകയാണ്, ഞാൻ ആ മന്ത്രിയുടെ PA വീട്ടിലും അതുപോലെ ഇൻകം ടാക്സിൻ്റെ വീട്ടിലും എല്ലാം കയറി എനിക്ക് വേണ്ടോളം സ്വത്ത് കിട്ടി, ഇനി എനിക്ക് കക്കേണ്ട ആവശ്യമില്ല, അത്രയും പൈസ എനിക്ക് കിട്ടിക്കഴിഞ്ഞുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കാണിച്ചു തന്നതിന് വളരെ നന്ദി പറഞ്ഞിട്ട് അയാൾ ഒരു കത്തും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കള്ളൻ ഒരു കത്ത് ഇയാൾക്ക് എഴുതി വെച്ചിരിക്കുന്നു. കുറച്ച് നോട്ടുകളും കിട്ടിയിരിക്കുന്നു, നോട്ടുകളുടെ ബണ്ടിലും. അതായത് 1,00,000 നോട്ട്, 1,00,000 ബണ്ടിൽ കത്തിൻ്റെ മീത് വെച്ചിരിക്കുന്നു. അങ്ങനെ രസകരമായ കഥ ഒന്നാണ്. അതാണ് ഈ ജീവിതത്തിൽ ലൈഫ്, ജീവിതത്തിൻ്റെ ശൈലി, തെറ്റുകൾ ശരികൾ എന്താണെന്ന് വരുന്നൊരു കൺഫ്യൂഷനാണ് ഈ കഥയിലൂടെ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കഥകളിലൂടെ ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ എന്താണ് ജീവിതം എന്നുള്ളത് വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇരുന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് എന്താണ് ജീവിതം എന്നുള്ളത്.